ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ അത് തന്നെ നാളത്തെ എക്സാം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. സംസ്കൃതം, അറബി, കന്നഡ, ഉറുദു അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടാവും, മലയാളം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരുടെയും നിങ്ങൾ വിളിച്ചിട്ട് വരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു യൂസ്ഫുൾ ആയിട്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, ഇന്നത്തെ ഹിന്ദിയുടെ പബ്ലിക് എക്സാമിൻ്റെ റിയാക്ഷൻ്റെ ആ ഒരു വീഡിയോയിൽ കുറേ പേര് എൻ്റെ അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ എന്താ പറയുക, അവർ റിപ്ലൈ തരുന്നുണ്ടല്ലോ നമുക്ക്, അവരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കേട്ടോ. ഞാൻ അതിനുള്ള റിപ്ലൈ ഒക്കെ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് സ്റ്റഡി വ്ളോഗാണ്. ഞാൻ വീഡിയോസിലൊക്കെ എന്താ പറയുക എന്നിങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ കുറയ്ക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബുക്കോ കാര്യങ്ങളോ ഒന്നും കാട്ടിയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഡയറക്റ്റ് ഇത്തിരി ടിപ്സ് ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. സോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സ്റ്റഡി വ്ളോഗിലോട്ട് നേരെ പോവാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ പറയട്ടെ, ഞാൻ ഈ ഒരു മൈക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ മൈക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം മലയാളം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് അതെടുക്കാം. ഞാൻ ശരിക്കും സംസ്കൃതവും അറബി ഒന്നും തള്ളി പറയില്ല. എല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. എനിക്കും മലയാളം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സംസ്കൃതമാണോ, അറബിയാണോ, ഉറുദു ആണോ, കന്നഡയാണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാംഗ്വേജ് എടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാ സ്റ്റഡി വ്ളോഗ്സിലും പറയുന്ന പോലെ തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കോൺസെപ്റ്റ് മീൻസ് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാത്രമല്ല, ടെസ്റ്റ് നന്നായിട്ട് വായിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ മലയാളത്തിന് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ മലയാളത്തിൻ്റെ ടെസ്റ്റ്. സോ ഈ ഒരു ടെസ്റ്റിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കാന്ന് പറയുമ്പോൾ കുറേ പേർക്ക് മടി ഉണ്ടാവും. സോ മടിയുള്ളവർ എന്ത് ചെയ്യുക, സൈലം, എജുപോർട്ട്, എക്സാമിനേഴ്സ് ഒക്കെ കണ്ടു നോക്കാം. ഇതുപോലത്തെ കുറേ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ നമ്മുടെ ടെക്നോളജി ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് കുറേ തന്നെ എന്താ പറയുക, ഇതുപോലത്തെ ആപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആപ്സോ യൂട്യൂബോ എന്താന്ന് വെച്ചിട്ട് നിങ്ങൾ ചാപ്റ്റർ മനസ്സിലാക്കാം, ചാപ്റ്റർ വായിക്കുക. ഇതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളതാണ് നോട്ട്സ് റെഫർ ചെയ്യുക. കാര്യം നോട്ട്സ് എന്തിനാ റെഫർ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലിപ്പോൾ അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് എഴുതി തന്നിട്ടുണ്ടാവും. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ കണ്ടോ, ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് എഴുതി തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് മടി വരും, പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്താൽ മാത്രമേ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വായിക്കാം കണ്ടോ. പിന്നെയാണെങ്കിൽ തേർഡ് ടൈം നിങ്ങൾ ഇത്തിരി കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമിൽ നിന്നും അത്യാവശ്യം ഇത്തിരി ക്വസ്റ്റ്യൻസേ വരുള്ളൂ, പക്ഷെ തേർഡ് ടൈം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ നിങ്ങൾ തേർഡ് ടൈമിലുള്ളതുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത്, ഇപ്പം ട്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ എക്സാമിനേഴ്സും സൈഡൊക്കെ ഫ്രീ ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം യൂട്യൂബിലായാലും ആപ്സിലായാലും അവരുടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് ആ ഒരു ക്ലാസ് ഒക്കെ ഒന്ന് കാണാം. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മെഗാ മാരത്തോണും അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്റും. മെഗാ മാരത്തോൺ എന്ന് പറയുമ്പോൾ എക്സാമിന്റെ തലേ ദിവസം രാത്രി ഉണ്ടാവുന്നതാണ്. മോർണിംഗ് ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ 5:30 ഉണ്ടാവുന്നതാണ്. അപ്പം അതൊന്നും നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ മനസ്സിലാവും. അവർ ചാപ്റ്റേഴ്സ് എടുക്കും, അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും, ക്വസ്റ്റ്യൻസ് മുമ്പത്തെ മിഡ് ടേമിലെ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിക്കും. ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇത്തിരി കൂടി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വരും. അപ്പം എന്താ പറയാ, സംസ്കൃതവും അറബി ഈ മലയാളവും ഉണ്ട് കേട്ടോ. അതിന്റെ എന്താ പറയാ വീഡിയോസ്, ആ ഒരു വീഡിയോസ് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഓക്കെ ഗൈസ്, പിന്നെയാണെങ്കിൽ ഈ ഒരു മലയാളവും ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. എനിക്കായാലും ഭയങ്കര സിമ്പിളാണ്. അപ്പൊ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി സിമ്പിൾ ആയിരിക്കുമല്ലോ. എനിക്ക് മലയാളം സിമ്പിളാണ്, പക്ഷെ എന്താ പറയാ, അത്യാവശ്യം എഴുതാനുണ്ട്. മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ എഴുതാനുള്ളത്. അറബിയും സംസ്കൃതവും അപേക്ഷിച്ച് മലയാളത്തിലാണ് ഇത്തിരി കൂടി എഴുതാനുള്ളത്. മലയാളത്തിൽ അത്യാവശ്യം
ഒരു ആസ്വാദനക്കുറിപ്പ് തന്നെ 1.5 പേജ് മീൻസ് അപ്പുറവും ഇപ്പുറവും വേറൊരു പേജിന്റെ അപ്പുറത്തും അങ്ങനെ എഴുതാനുണ്ട്. അപ്പം അങ്ങനെ എഴുതാനുള്ളപ്പോൾ ടഫ് മലയാളമാണ്. സോ മലയാളംകാരനോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ടൈം നിങ്ങൾ നോക്കാട്ടോ. മലയാളംകാരനോട് മാത്രമല്ല, അറബി, സംസ്കൃതം എന്നിവരോടും പറയാണ് ടൈം മാനേജ്മെന്റ് നന്നായിട്ട് തന്നെ നോക്കുക. 1.5 മണിക്കൂറേ നമുക്ക് ഉണ്ടാവുള്ളൂ. 1/4 മണിക്കൂർ നമ്മൾ എന്താ പറയാ ഈ റീഡൊക്കെ ചെയ്യാനും അതിനായിരിക്കും 1/4 മണിക്കൂർ എന്ന് പറയുന്നത്. ബാക്കി 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോ പെട്ടെന്ന് തന്നെ എഴുതി പോവാ. ഓക്കെ, മലയാളംകാരനോട് പ്രത്യേകിച്ച് പറയുന്നു, അത്യാവശ്യം പേപ്പേഴ്സ് എടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എഴുതി പോവാ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ നമ്മുടെ സംസ്കൃതത്തിലായാലും അറബിയിലായാലും എന്താ പറയാ ചാപ്റ്റേഴ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിന്റെ ലാസ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിന്റെ ചാപ്റ്റേഴ്സിന്റെ ലാസ്റ്റ് ഉണ്ട്. ഇപ്പോ ഈ ഒരു ചാപ്റ്റർ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ആരാണ് എഴുതിയിട്ടുള്ളത്, പിന്നെ ഏത് വിഭാഗത്തിലുള്ളതാണെന്ന് കാണാൻ പറ്റും. ഇപ്പോ ഇത് എഴുതിയിട്ടുള്ളത് ഖദീജ മുംതാസ് ആണ്. നീട്ടി എഴുത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ താരതമ്യക്കുറിപ്പോ ആസ്വാദനക്കുറിപ്പോ എന്ത് എഴുതാനതിന്റെ തുടക്കം, അത് മാത്രമല്ല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനതിന്റെ തുടക്കവും നിങ്ങൾക്ക് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് വീഴാണ്. സോ അത് നോക്കുക. പിന്നെ സംസ്കൃതം അറബി എനിക്ക് അങ്ങനെ അറിയില്ല വേറെ പറയാനായിട്ട്. മലയാളത്തിൽ പിന്നെ എന്താ പറയാ ആലോചിച്ച് വായിച്ചിട്ട് ആൻസർ എഴുതാം. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്രയ്ക്ക് എളുപ്പമല്ല. ഞാൻ പറഞ്ഞ പോലെ കുറെ എഴുതാനുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെന്റ് നോക്കിയിട്ട് തന്നെ എഴുതാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഞാൻ അതാണ് ഇത്രയും പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ നിങ്ങളെ ബുക്കൊക്കെ കാട്ടി വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ എന്തായാലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും അടുത്ത മാസം. സോ നിങ്ങൾ കാത്തിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയി പോയിട്ടുണ്ട്, കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം നബൂസ്.